ചോദ്യം ഏതായാലും ഉത്തരം കണിശമായിരിക്കും. കോൺഗ്രസ് യുവ നേതാക്കളിൽ പ്രധാനിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇതായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിശേഷണം എന്ന് പറയുക. ഒരു സ്ഥാനാർത്ഥിത്വം ഇത്രമാത്രം ചർച്ചയാവാൻ കാരണം എന്താണ്? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്തിനാണ് കോൺഗ്രസ് ഇത്രയധികം അവരെ പിന്തുണയ്ക്കുന്നത്? ചാനൽ ചർച്ചകളിലെ സ്ഥിരം കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള രാഹുലിനെ ഷാഫി പറമ്പലിന് പകരമായിട്ട് പാലക്കാട്ടേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം അധികം സമയമെടുത്തില്ല. ആ തീരുമാനം ഒട്ടും തെറ്റായി പോയില്ല എന്ന് രാഹുൽ തെളിയിക്കുകയും ചെയ്തു. കരുത്തരായ സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് കന്നി അംഗത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ യാത്രയും തെറ്റില്ല. തന്റെ മുൻഗാമികളെക്കാൾ വോട്ട് നേടിയാണ് രാഹുൽ തന്റെ നിയമസഭയിലേക്കുള്ള വരവ് അറിയിച്ചിരിക്കുന്നത്. സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അധികം കണ്ടിട്ടുമില്ല. ഉടൻ വിമത സ്വരമുയർന്നു. ഒറ്റപ്പാലംകാരനായ യുവ നേതാവ് പി സരിൻ ആരോപണങ്ങളുടെ കെട്ടഴിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറുപാളയത്തിൽ ചേക്കേറി സ്ഥാനാർത്ഥിയുമായിട്ട് തുടർന്നു. ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല ത്യാഗമെന്നും പാർട്ടിക്ക് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വി ഡി സതീശനും കെ സുധാകരനുമെല്ലാം രാഹുലിനെ പിന്തുണച്ചെത്തി. ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമര നായകനാണ് രാഹുൽ എന്നും സതീശനും പുതിയ തലമുറയുടെ പ്രതീകമാണ് സുധാകരനും എന്നും പറഞ്ഞു. നേതൃത്വം പ്രതീക്ഷിച്ചതിനപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ നൽകിയത്. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ 2006 KSUവിലൂടെയാണ് രാഹുൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം KSUവിന്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായി. പിന്നീട് യൂണിവേഴ്സിറ്റി കൗൺസിലർ, KSU ജില്ലാ പ്രസിഡന്റ്, NSUI ദേശീയ സെക്രട്ടറി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC അംഗം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ 18 വർഷം കൊണ്ട് പാർട്ടിയിലെ വിവിധ ചുമതലകൾ, പദവികൾ ഏറ്റെടുത്തു. ഒടുവിൽ 2023 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മത്സരത്തിൽ 2ാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയേക്കാൾ 53,398 വോട്ടുകൾ നേടാനായിരുന്നു രാഹുലിന്റെ മിന്നും വിജയം. KSUവിന്റെ യൂണിറ്റ് മുതൽ നാഷണൽ കമ്മിറ്റി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ തനിക്കാണോ അടിത്തട്ടിലുള്ള പ്രവർത്തന പരിചയമില്ല എന്ന് പറയുന്നത് എന്ന് രാഹുൽ തന്നെ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. അച്ഛനോടുള്ള വൈകാരികമായ അടുപ്പമാണ് തന്നെ കോൺഗ്രസ്സുകാരനാക്കിയത് എന്നും രാഹുൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട മുണ്ടപ്പള്ളി പാറക്കൂട്ടം ആറ്റുവിളക്കകത്ത് S രാജേന്ദ്രനെ കുറിച്ച് തന്റെ രാഹുലിന്റെ അച്ഛൻ ഇന്ത്യൻ ആർമി ഓഫീസറും കറകളഞ്ഞ കോൺഗ്രസ്സുകാരനുമായിരുന്നു. കതറിട്ട് നടക്കുന്ന മനുഷ്യൻ. രാഹുലിന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടതോടെ അമ്മ ഭീനയായി പിന്നെയല്ല. ഒരിക്കൽ രാഹുൽ അച്ഛന്റെ കതിറിട്ട് നോക്കിയപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. അന്ന് വെറുതെ ഇട്ട് നോക്കിയ കതർ മനസ്സിനകത്ത് ഇപ്പോഴും ധരിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത്. കുട്ടിക്കാലത്ത് മനസ്സിൽ തറച്ചൊരു മോഹമായിരുന്നു രാഷ്ട്രീയക്കാരനാവുക എന്നത്. അച്ഛനിൽ നിന്ന് കിട്ടിയ വൈകാരികമായിട്ടുള്ള അടുപ്പത്തോടൊപ്പം തന്നെ വായിച്ചു മറിഞ്ഞും പ്രസ്ഥാനത്തോട് പ്രണയമായി. അടൂർ തപോൻ സ്കൂൾ, പന്തളം സെന്റ് ജോൺസ് പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്ന് ബിരുദവും നേടി. ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ MAയും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ MAയും നേടി. നിലവിൽ കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നതിനിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. രാഹുൽ അധ്യക്ഷനായതു മുതൽ നിരവധി സമര പരിപാടികൾക്കാണ് യൂത്ത് കോൺഗ്രസ് രൂപം കൊടുത്തത്. സർക്കാരിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായി വിമർശനം ഉന്നയിച്ചു. സർക്കാർ വിരുദ്ധ സമരങ്ങളിലൂടെ ശ്രദ്ധേയനായി. ഈ വർഷം ആദ്യം സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അടൂരിലെ വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കേരളമൊട്ടാകെ ചർച്ചയായിരുന്നു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉൾപ്പെടെ നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായിരുന്നു രാഹുൽ എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് തന്നെ പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നു. വിക്ടോറിയ കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ സാഹിത്യോത്സവത്തിലും സജീവ സാന്നിധ്യമായിരുന്നു രാഹുൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ രാഹുൽ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ഇപ്പോഴാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര മണ്ഡലത്തിൽ വിജയിച്ചതോടെ ആ ഒരു കാര്യവും മാറിക്കഴിഞ്ഞു. പിന്നീട് ഷാഫിയുടെ പിൻഗാമിയായാണ് രാഹുൽ വീണ്ടും എത്തുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ
സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് അതേ സ്ഥാനത്തേക്ക് രാഹുൽ എത്തുന്നത്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ഷാഫിയുമായിട്ട് രാഹുലിന് വളരെയധികം അടുപ്പമുണ്ട്. മൂത്ത സഹോദരനെ പോലെയാണ് ഷാഫി എന്ന് രാഹുൽ പറഞ്ഞിട്ടുമുണ്ട്. രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് ഷാഫി തന്നെയാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. ഇതിനോട് പാലക്കാട് DCCയിൽ അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവടക്കം രാഹുലിനെ പിന്തുണച്ചതോടെ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ്. എന്തായാലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കരുത്തരായ എതിരാളികളെയാണ് രാഹുൽ മലർത്തിയടിച്ചത്. BJPയുടെ കോട്ട കുലുക്കി ഇടതു വോട്ടുകൾ കുത്തിമറിച്ചാണ് രാഹുലിന്റെ വിജയം നടന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ യുവനിരയിലേക്ക് ഉയർന്ന രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും ശോഭമാക്കിയ ഉപതെരഞ്ഞെടുപ്പുമാണിത്. രാഹുൽ നടത്തിയ നിക്ഷേപം തെറ്റിപ്പോയില്ല എന്നതിൽ കോൺഗ്രസിന് ഇനി സന്തോഷിക്കാം. BJP ശക്തമായൊരു മണ്ഡലത്തിൽ കന്നി മത്സരത്തിൽ തന്നെ മുൻഗാമിയായിട്ടുള്ള ഷാഫി പറമ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ നേടിയെടുത്തതിനേക്കാൾ 3 ഇരട്ടിയോളം ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ വിജയിച്ചത്. ആ വിജയത്തിന് തിളക്കം വളരെ ഏറെ തന്നെയാണ്.